രാജഗോപാലൻ സാർ, വടക്കൻ കേരളത്തിൽ കളിയാട്ടവും പെരുങ്കളിയാട്ട മഹോത്സവവും എല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സാർ. മലബാറിലെ വിശേഷിച്ചും മധ്യത്തര കേരളത്തിലെ ആചാരസ്ഥാനികർക്കും കോലധാരികൾക്കും വർഷങ്ങളായി നൽകി വരുന്ന പ്രതിമാസ ധനസഹായം യഥാസമയം ലഭ്യമാക്കുക, പുതിയ അപേക്ഷകൾ സ്വീകരിക്കാൻ നടപടികൾ സ്വീകരിക്കുക, ധനസഹായം 2000 രൂപയായെങ്കിലും ഉയർത്തുക എന്നീ ആവശ്യങ്ങളാണ് ഈ സബ്മിഷനിലൂടെ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. സാർ, ജീവിതം തന്നെ ക്ഷേത്രോപാസനയ്ക്കും അനുഷ്ഠാനങ്ങൾക്കും വേണ്ടി മാത്രം നീക്കിവെച്ച ആചാരക്കാരും സ്ഥാനികരും പൊതുജീവിതത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നവരും കഠിനമായ ചിട്ടവട്ടങ്ങളിൽ ജീവിക്കാൻ വ്രതമെടുത്തവരുമാണ് സർ. ഇതിൽ തന്നെ ഭൂരിഭാഗം പേരും കൂടുതൽ സമയം ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാണ്. സ്വന്തം പേര് പോലും ഇല്ലാതെ ആചാരപ്പേരിൽ ജീവിക്കുന്ന ഈ വിഭാഗക്കാർക്ക് ജോലിക്ക് പോകാനോ പൊതുയിടങ്ങളിലോ മറ്റ് ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാനോ അവിടെ നിന്ന് ഭക്ഷണം പോലും കഴിക്കാനോ കഴിയില്ല സർ. ഇത്തരത്തിൽ കഠിന വ്രതക്കാരായ ഇവർക്ക് മുൻ സർക്കാർ നൽകി വന്നിരുന്ന പ്രതിമാസ ധനസഹായം പിണറായി സർക്കാർ 2024 ജൂൺ മാസം മുതൽ 1600 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ടെന്നത് ഏറെ ആശ്വാസകരവും അഭിനന്ദനാർഹവുമാണ് സർ. തുക കുറച്ചുകൂടി ഒരു 2000 രൂപയായെങ്കിലും ഉയർത്താൻ നടപടികൾ സ്വീകരിക്കണം സർ. അനുവദിക്കപ്പെട്ട തുക യഥാസമയം ലഭ്യമാകാതെ സ്ഥിതിവിശേഷമുണ്ട്. ഇതും പരിഹരിക്കപ്പെടണം സർ. ഈ സർക്കാർ 2024-25 വർഷ ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തപ്പെട്ടിട്ടുള്ളതിനാൽ ഡിസംബർ വരെയുള്ള തുക നൽകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യം അടിയന്തരമായും പരിഗണിക്കണം. കൂടാതെ മരണം മൂലമോ ആരോഗ്യ കാരണങ്ങളാലോ മറ്റുമായി ഒഴിവ് വരുന്ന മുറയ്ക്ക് ആചാരപ്പെടുന്നവർക്ക് പുതിയ അപേക്ഷകൾ പരിഗണിച്ച് ധനസഹായം അനുവദിക്കണം സർ. പുതിയ അപേക്ഷകൾ മലബാർ ദേവസ്വം ബോർഡ് പാസാക്കി സർക്കാരിലേക്ക് ഇതിനകം സമർപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കൂടി അനുകൂല തീരുമാനമുണ്ടാകണമെന്ന് വിനയപുരസരം ഈ തുറമുഖ സഹകരണ ദേവസ്വം മന്ത്രി സർ, 27/7/2010 സർക്കാർ ഉത്തരവ് പ്രകാരം 299/2010 RD നമ്പർ ഉത്തരവ് പ്രകാരം ആചാരസ്ഥാനികർക്കും കോലധാരികൾക്കുമുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി രൂപീകരിക്കുകയും തുടർന്ന് സർക്കാർ ഉത്തരവ് പ്രകാരം 54/2011 ഉത്തരവ് പ്രകാരം നിബന്ധനകളിൽ ഭേദഗതി വരുത്തുകയും 1203 ആചാരസ്ഥാനികരുടെയും 278 കോലധാരികളുടെയും പട്ടിക അംഗീകരിച്ചുകൊണ്ട് 10/1/2011 സർക്കാർ ഉത്തരവ് പ്രകാരം നമ്പർ 17/2011 RD പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 20/3/2013 സർക്കാർ ഉത്തരവ് പ്രകാരം 1554/2013 RD പ്രകാരം 60 ആചാരസ്ഥാനികരെയും 89 കോലധാരികളെയും കൂടി പദ്ധതി ഗുണഭോക്താക്കൾ അംഗീകരിച്ചു. 24/1/2018 സർക്കാർ ഉത്തരവ് പ്രകാരം 4876/2018 ഉത്തരവ് പ്രകാരം 420 ആചാരസ്ഥാനികരെയും 105 കോലധാരികളെയും കൂടി മേൽപ്പടി പദ്ധതിയുടെ ഗുണഭോക്താക്കളായി അംഗീകരിച്ചിട്ടുണ്ട്. ഇവരിൽ മരണമടഞ്ഞവരും പ്രത്യേകിച്ച് കാരണമില്ലാതെ കാലങ്ങളായി ധനസഹായം കൈപ്പറ്റാത്തവരും പരാതികളാൽ ധനസഹായം തടഞ്ഞു വെച്ചിട്ടുള്ളവരുമായ ആളുകളെ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതിന് ശേഷം നിലവിൽ 1544 ആചാരസ്ഥാനികരും 368 കോലധാരികളുമടക്കം 1912 പേർ പദ്ധതിയുടെ പ്രകാരമുള്ള ധനസഹായം കൈപ്പറ്റി വരുന്നുണ്ട്. 6/6/2024 സർക്കാർ ഉത്തരവ് പ്രകാരം 1319/2024 ഉത്തരവ് മുഖേന ആചാരസ്ഥാനികർക്കും കോലധാരികൾക്കുള്ള പ്രതിമാസ ധനസഹായം 2024 ജൂൺ മാസം മുതൽ 1400 രൂപയിൽ നിന്നും 1600 രൂപയായി ഉയർത്തിയിട്ടുണ്ട്. നിലവിൽ ഉത്തരമലബാറിലെ ആചാരസ്ഥാനികർ, കോലധാരികൾ എന്നിവരുടെ പ്രതിമാസ ധനസഹായ പദ്ധതിക്കായി 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന വിഹിതമായ 5,30,00,000 രൂപ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി 2024 ഒക്ടോബർ വരെയുള്ള കാലയളവിൽ ധനസഹായം വിതരണം പൂർത്തിയാക്കിയിട്ടുണ്ട്. നിലവിൽ 1544 ആചാരസ്ഥാനികരും 368 കോലധാരികളും ഉൾപ്പെടെ ആകെ 1912 പേർ പദ്ധതി പ്രകാരമുള്ള ധനസഹായമായ 1600 രൂപ പ്രതിമാസം അവർക്ക് നൽകി വരുന്നുണ്ട്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് വിഹിതം പൂർണ്ണമായി അനുവദിക്കപ്പെട്ടുള്ള സാഹചര്യത്തിൽ 2024 നവംബർ മുതൽ 2025 മാർച്ച് മാസം വരെയുള്ള കാലയളവിലെ പ്രതിമാസ ധനസഹായ വിതരണം പൂർത്തിയാക്കുന്നതിനുള്ള അധിക ധനാനുമതിക്കായുള്ള പ്രപ്പോസൽ സർക്കാർ ലഭ്യമാക്കാൻ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിമാസ സാമ്പത്തിക സഹായം അനുവദിക്കുന്ന പദ്ധതിയിൽ പുതിയ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി പട്ടിക പരിഷ്കരിക്കുന്ന വിഷയം പരിശോധിക്കുന്നതാണ്.